എല്ലാവരും കൂടി എൻ്റെ അച്ഛനും അമ്മയും കൂട്ടാൻ ഷാർജയിലേക്ക് പോവുകയാണ്. അവരുടെ ഏട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവരെയും കൂട്ടി അബുദാബിയിലേക്ക് തിരിച്ചു വരണം. എന്തിനാണെന്ന് വെച്ചാൽ നാളെയാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ടിക്കറ്റാണ്. ഞങ്ങൾ മാർച്ച് 8 ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും അത് യുദ്ധം കാരണം റദ്ദാവുകയായിരുന്നു. പിന്നെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഷാർജയിലെത്തി. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദുബായിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അബുദാബിയിലേക്ക് പുറപ്പെട്ടു. കാരണം നാളെ ഞങ്ങളുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ വൈകാൻ പാടില്ല എന്നതുകൊണ്ട് വേഗം തന്നെ അബുദാബിയിലേക്ക് വന്നു. പിറ്റേന്ന് രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ലുലുവിലേക്ക് പകലൊന്ന് സമയത്തൊന്ന് പോയി തിരിച്ചു വന്നു. എന്നിട്ട് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛനും അമ്മയും വീൽ ചെയർ ബുക്ക് ചെയ്തതിനാൽ ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. സാധാരണയുള്ള തിരക്കൊന്നും എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ തിരക്ക് കുറവാണെങ്കിലും ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. എനിക്ക് തോന്നി ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന് നാട്ടിലേക്ക് പോവുകയാണ്. പുലർച്ചെ 4 മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലഗേജ് വരാൻ കുറച്ച് വൈകിയെങ്കിലും ഞങ്ങളൊരു ഇന്നോവ പിടിച്ച് കണ്ണൂരേക്ക് യാത്ര പുറപ്പെട്ടു. ഇനി നാട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.